ഡിപ്രഷന് എതിരെ വരുന്ന ദൈവത്തിൻ്റെ ചികിത്സ എന്താണ്? ആശ്വാസമാണ്. ആശ്വാസം എന്താണ്, എങ്ങനെ വരണത്? ആദ്യം തന്നെ മത്സരം ഒഴിവാക്കണം. പിന്നെ എന്താണ്? ശാന്തശീലത ഉണ്ടാകണം. വെച്ചാൽ ശാന്തശീല, ടൈം അനുവദിക്കണമെന്നർത്ഥം. ഓരോ വിഷയത്തിനും യു മസ്റ്റ് അതായത് സ്പെൻഡ് അതിൻ്റേതായിട്ടുള്ള ഒരു ടൈമുണ്ട്, അനുവദിക്കണം. നിങ്ങൾ മറ്റുള്ള കോമ്പറ്റീഷനിൽ മറ്റുള്ള വ്യക്തികളെ നിങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ട് അവരെക്കാൾ മുമ്പിൽ ഓടിയെത്താൻ വേണ്ടിയുള്ള ഒരു മിനിമം പ്രോഗ്രാമായിട്ട് നിങ്ങളുടെ ജീവിതവുമായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് വരരുത്. എന്നിൽ നിന്ന് പഠിക്കണം. ഇപ്പം എന്താ സംഭവിച്ചിരിക്കണത്? എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇപ്പോൾ അപ്പോസ്തലന്മാർ സമറിയായി ചെന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ കൈയും കാലും വെട്ടും, ഈ വഴിക്ക് വിടത്തില്ല, ഗുരുവല്ല, ആരായാലും വിടത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വിറങ്ങി തുള്ളി അവർ തിരിച്ചു വന്ന് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഈശോ പറഞ്ഞത് എന്താണ്? വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു, നിങ്ങൾക്ക് എന്ത് അരൂപിയാണ് നിങ്ങൾ നയിക്കണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത്? 2 പേർക്ക് ഹീലിംഗ് ടൈം കൊടുത്തു. ഈശോയുടെ ആ സമീപനം നോക്കണം. ആ 2 കക്ഷികൾക്ക്, സമറിയക്കാർക്ക്, വടുതടി ആയുധത്തോടുകൂടി ഇവരെ വെട്ടിക്കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന സമറിയക്കാർക്കും സമറിയക്കാരുടെ മുമ്പിൽ ചെന്ന് പണി മേടിച്ച അപ്പോസ്തലന്മാരുടെ മാനസികാവസ്ഥയ്ക്കും ഹീലിംഗ് ടൈം കൊടുത്തു. എങ്ങനെ ഈശോ ടൈം കൊടുത്തത്? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 9:54. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 കർത്താവേ നന്ദി, ആരാധന, സ്തുതി, സ്തോത്രം യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ. 9:54-55 വായിച്ചോളൂ. ലൂക്ക 9:54. ലൂക്ക 9:54. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു, കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? ലൂക്ക 9:55. അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു. അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. അതാണ് പ്രശ്നം. ആ കേസ് എടുത്തില്ല. ആ വചനത്തിലുള്ള ഏറ്റവും വലിയ ന്യൂക്ലിയർ വചനം, അവൻ ഈ 2 പേരെ ലീവ് ചെയ്തു. അപ്പോസ്തലന്മാരുടെ ഡിമാൻഡ് ഒഴിവാക്കി, സമറിയക്കാരുടെ ഡിമാൻഡ് ഒഴിവാക്കി. അവനെന്ത് ചെയ്ത്? അവൻ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. 2 കക്ഷികൾക്ക് ഹീലിംഗ് ടൈം കൊടുക്കുകയാണ്. 2 കക്ഷികൾക്ക്, സമറിയക്കാരും കുറച്ച് കഴിയുമ്പോൾ നന്നാകും. അതിൻ്റെ വിഷയം എന്താണ്? ഈ സമറിയക്കാരെ കുറച്ച് കഴിയുമ്പോൾ നന്നാകും. അവർക്ക് നന്നാകാനുള്ള സമയം കൊടുക്കുകയാണ്. അപ്പോസ്തലന്മാർ കൊടുത്തില്ലല്ല, അതല്ല പ്രശ്നം. ഈ അപ്പോസ്തലന്മാരും കുറച്ച് കഴിയുമ്പോൾ നന്നാകും. ടൈം കൊടുക്കണം. ചിലതിന് നമ്മൾ ടൈം അനുവദിക്കേണ്ടി വരും. ആ സമറിയക്കാരനെ തന്നെ ഈശോട് ഇത്തരം വെട്ടിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞ സമറിയക്കാരെ, പക്ഷേ കർത്താവ് അടുത്ത ശ്വാസത്തിൽ കഥ പറയുന്നുണ്ട്. എന്തിൻ്റെ കഥയാണ് പറയണത്? ഒരുത്തം വന്ന് ഈശോനോട് ചോദിക്കും, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഈശോ പറഞ്ഞ്, നിയമത്തിൽ എന്താ എഴുതിയിരിക്കണത്? അപ്പോൾ പറഞ്ഞു, നീ എല്ലാത്തിനും ഒരു ദൈവത്തെ സ്നേഹിക്കണം, നിന്നെപ്പോൾ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം, നീ പോയി അതുപോലെ ചെയ്യുക. അപ്പോൾ അത് തിരിച്ചു വന്ന് ചോദിച്ചിട്ട് ആരാണ് അയൽക്കാരൻ? അപ്പോൾ കർത്താവ് കഥ പറയും. ആരാ കഥ പറയണത്? ഒരിക്കൽ ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോവുകയാണ്. സമറിയായി കൂടി പോരെ, ജെറിക്കോയിലേക്ക് പോവുകയാണ്. അപ്പോൾ കള്ളമ്മയുടെ കയ്യിൽ അകപ്പെട്ടു. അപ്പോൾ അതിലൂടെ അകപ്പെട്ട് അവൻ അർത്ഥം പറയാനാക്കി തിരിച്ചു പോയി. അവൻ അതിൻ്റെ കൂടെ ഒരു പുരോഹിതൻ പോയി, ലേവായൻ പോയി, ആരും മൈൻഡ് ചെയ്തില്ല. പിന്നെ ആര് വന്നു? സമറിയക്കാരൻ വന്നു. ഏത് സമറിയക്കാരനാണിത്? അവനെ വഴിവിടാഞ്ഞ സമറിയക്കാരൻ ഇവിടെ അവൻ്റെ കഥയിലെ ഏറ്റവും വലിയ ഉപവിപ്രവർത്തനക്കാരനാണ്. അതാണ് ഈശോ, അതാണ് ദൈവം, അതാണ് ദൈവാരൂപി, അതാണ് ദൈവാരൂപി നയിക്കപ്പെടുന്നത്. റോമ 8:14. ശ്രുതികട്ടെ. ഹല്ലേലൂയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. റോമ 8:14. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ് എന്ന് പറഞ്ഞേ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഇത് കണ്ടില്ലേ? തന്നെ അഴിവിടത്തില്ല, തൻ്റെ അപ്പോസ്തലന്മാരുടെ കൈയും കാലും വെട്ടുവെന്ന സമറിയക്കാരനെ ഈ ലോകത്തെ ഏറ്റവും പരസ്നേഹത്തിൻ്റെ
ഒരു വക്താക്കളായിട്ട് ഈശോ അടുത്ത ശ്വാസത്തിൽ തൻ്റെ കഥയിൽ പ്രതിഷ്ഠിക്കണമെങ്കിൽ അതെന്താണ്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുകയാണ്. ഇതുപോലെ തന്നെയാണ് ഈശോയുടെ വചനം കേൾക്കുന്ന ഓരോ മക്കളും സ്പർദ്ധയിൽ, വൈരാഗ്യത്തിൽ, മത്സരത്തിൽ, ആക്രമണങ്ങളിലെല്ലാം ദൈവാത്മാവിനാൽ ലോകാരൂപി ശക്തപ്പെടുമ്പോഴേ, ദുഷ്ടാരൂപി ശക്തപ്പെടുമ്പോഴേ നീയും ദുഷ്ടാരൂപിയുടെ വേഷം കെട്ടാതെ മറിച്ച് ദൈവാരൂടെ വേഷം കെട്ടാൻ വേണ്ടി, ദൈവാരൂപിയെ നയിക്കപ്പെടാൻ വേണ്ടി അതിശക്തമായി ഇടിനാദം പോലെ ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ഉടമ്പടി ശരിക്കും ഒരു സ്പ്രിംഗ് ടൈമിലേക്ക് വരുന്നത്. ഉടമ്പടി പൂത്തുലയണത് ഇവിടെയാണ്. അതായത് വെൻ യു ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ അരുവിയാൽ നിങ്ങൾ നയിക്കപ്പെടുന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കും? ഗലാത്യർ 5:22 സംഭവിക്കും. ആത്മാവിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്കുണ്ടാകും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഗലാത്യർ 5:22-23. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ പറഞ്ഞോ. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. എൻ്റെ മക്കളെ, നമ്മൾ ഉടമ്പടിയെ കുറിച്ചാണ് ധ്യാനിക്കണത്. എന്താണ് ഉടമ്പടി എന്ന് പറയുന്നത്? എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുകയാണ്. ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുഷ്ടാരൂപിയോട് ചെയ്യാൻ പറ്റത്തില്ല, വർക്കൗട്ട് ചെയ്യത്തില്ല. ലോകാരൂപിയോട് ചെയ്യാൻ പറ്റത്തില്ല, വർക്കൗട്ട് ചെയ്യത്തില്ല. എന്തരൂപിയോട് ചെയ്യേണ്ടത്? ദൈവാത്മാവിനാൽ. ദൈവാത്മാവിനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും 12 ഫലങ്ങൾ ഉണ്ടാകണം. ഉടമ്പടി ചെയ്യുന്ന വ്യക്തികൾക്ക് ആത്മാവിൻ്റെ ഫലങ്ങൾ 12 ഫലങ്ങളാണ്. എന്തായാലും ഏറ്റവും വലുത് എന്താണ്? സ്നേഹം. ചെയ്യുന്ന വ്യക്തികൾ എന്തായാലും സ്നേഹത്തോടെ ചെയ്യണം. മനസ്സിലായില്ലേ? സ്നേഹത്തോടെ അല്ല ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ താത്വികമായിട്ട് ചെയ്യാം. ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നു അതനുസരിച്ച് അങ്ങോട്ട് ചെയ്ത് മാറ്റുക. ക്ലിയർ? അതേസമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂമറിക്കലായിട്ട് ചെയ്യാം, സംഖ്യാപരമായിട്ട് 10 ചെയ്യാൻ പറഞ്ഞാൽ 10 അങ്ങോട്ട് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെക്നിക്കായിട്ട് ചെയ്യാം, സാങ്കേതികമായിട്ട് ചെയ്യാം. ഇങ്ങനെ ഒന്ന് ചെയ്താൽ ഉടമ്പടിക്ക് ഫയർ ആകത്തില്ല. ഇപ്പം ചില ഒരു എന്താ പറയണത്, ഈ പഴയ ജാവ ബൈക്ക് വെച്ചുകൊണ്ട് ചവിട്ടി സ്റ്റാർട്ടാക്കുന്നില്ലേ? ചവിട്ടി സ്റ്റാർട്ടാക്കിയാൽ ഇഗ്നിൻ ചെയ്യത്തില്ല, ഫയറാകത്തില്ല. അതുപോലെ ഉടമ്പടി ചവിട്ടി മരിക്കാവുന്നതല്ലാതെ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. ഉടമ്പടി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം ഉണ്ടാകണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ച കർത്താവായ ദൈവമേ, അവൻ പറയുന്ന പോലെ ചെയ്യുന്ന ഉടമ്പടി നടപ്പിൽ വരുത്താൻ സുവിശേഷവിഹിതമായ ആത്മാവിന്റെ ഫലങ്ങളായ ദൈവസ്നേഹത്താൽ എന്നെ നിറക്കണമേ. ശ്രദ്ധിക്കട്ടെ. Oh,
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മളെപ്പോഴും വന്നത് ആത്മാവിനാൽ. റോമ 8:14 അനുസരിച്ച് ദൈവാത്മാവ് നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറഞ്ഞു. ദൈവാത്മാവ് നയിക്കപ്പെടുന്നവർക്ക് ദൈവത്തിൻ്റെ ഗലാത്യർ 5:22-23 അനുസരിച്ച് കൊണ്ട് ആത്മാവിൻ്റെ ഫലമുണ്ടാവുമെന്ന് പറഞ്ഞ്, ആത്മാവിൻ്റെ ഫലങ്ങൾ ഒന്നാമത്തെ സ്നേഹമാണെന്ന് പറഞ്ഞു. ആ സ്നേഹത്താലാണ് ഉടമ്പടിയുടെ ചെയ്തികൾ സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടാണ് പോകേണ്ടത്. എന്താ കാര്യം എന്നറിയാമോ? ഈ നമ്മൾ ഉടമ്പടിയുടെ മെയിൻ സംഭവമാണ് ലൈറ്റ് വെയ്റ്റനിങ്, അല്ലേ? ലൈറ്റ് വെയ്റ്റനിങ്, അതുപോലെ തന്നെ ടൈം ഷോർട്ടനിങ്. ഇത് രണ്ടും സംഭവിക്കുന്നത് സ്നേഹത്തിലാണ്. ഉടമ്പടിയുടെ മെയിൻ സംഭവങ്ങൾ എന്താണ്? മേജർ ഡ്യൂട്ടി ചെയ്യും. രണ്ടാമത്തെ എന്താണ്? ലൈറ്റ് വെയ്റ്റനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരക്കുറവ്, കുറഞ്ഞ വലിയ ഭാരമുള്ള വിഷയം നിസ്സാരമായിട്ട് നടക്കും. അതുപോലെ തന്നെ ടൈം ഷോർട്ടനിങ്, സമയച്ചുരുക്കം സംഭവിക്കും. പക്ഷേ സമയച്ചുരുക്കത്തിൻ്റെ ഉടമ്പടി പ്രോസസ്സും അതുപോലെ ലൈറ്റ് വെയ്റ്റനിങ് സംഭവിക്കുന്നത് ഔട്ട് ഓഫ് ലവ് ആണെന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിച്ചാൽ മനസ്സിലാകും. സ്നേഹത്തിലാണ് ഈ സമയം ചുരുങ്ങണത്, സ്നേഹത്തിലാണ് ലൈറ്റ് വെയ്റ്റനിങ് സംഭവിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 29:20 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന 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 യേശുവേ നന്ദി. കർത്താവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഉൽപ്പത്തി 29:20 ഉൽപ്പത്തി പുസ്തകം 29:20 രണ്ട് സബ്ജക്റ്റാണ് ഡീൽ ചെയ്യണത്. ഉടമ്പടി സംഭവിക്കുന്ന ലൈറ്റ് വെയ്റ്റനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരക്കുറവ്, വലിയ ഭാരമുള്ള വിഷയങ്ങൾ ഈസിയായിട്ട് എങ്ങനെ സംഭവിക്കുന്നു. അതുപോലെ ടൈം ഷോർട്ടനിങ്, സമയച്ചുരുക്കം എങ്ങനെ സംഭവിക്കുന്നു. എന്താണ് എൻ്റെ കണ്ടൻറ്റ്? ഉടമ്പടിയിൽ എന്ത് കണ്ടൻറ്റ് ചേർക്കുമ്പോഴാണ് ലൈറ്റ് വെയ്റ്റനിങ് സംഭവിക്കുന്നത്? ഉടമ്പടി എന്ത് കണ്ടൻറ്റ് ചേർക്കുമ്പോഴാണ് സമയച്ചുരുക്കം, ടൈം ഷോർട്ടനിങ് സംഭവിക്കുന്നത്? ഉൽപ്പത്തി 29:20. അങ്ങനെ റാഹേലിന് വേണ്ടി യാക്കോബ് 7 കൊല്ലം പണിയെടുത്തു. അവളോടുള്ള സ്നേഹം മൂലം ആ വർഷങ്ങൾ ഏതാനും നാളുകളായി അവന് തോന്നിയുള്ളൂ. ഇത് രണ്ടും ഒരേ സംഭവത്തിൽ കിടക്കുകയാണ്. ലൈറ്റ് വെയ്റ്റനിങ്ങും ടൈം ഷോർട്ടനിങ്ങും ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 29:20 എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അതിൽ ലയയാണ് കല്യാണം കഴിച്ചത്. ആര്? യാക്കോബ്, അല്ലേ? അപ്പോൾ പിന്നീട് ചേട്ടത്തിനാണ് കല്യാണം കഴിച്ചതെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അത് പിന്നെ ലാബാനോട് പറഞ്ഞു, ഞാൻ 7 കൊല്ലം കൂടി നിനക്ക് വർക്ക് ചെയ്തു തരാം. എനിക്ക് അന്നത്തെ കാലത്ത് നടപ്പാണ് കേട്ടോ. ഇന്നിപ്പോൾ ചെടുത്ത് കിട്ടിയ ആൾക്കാർ പോയി അനിയത്തെ കിട്ടാമെന്ന് നോക്കരുതേ. അന്നത്തെ കാലത്തെ രീതിയാണ്, സമൂഹ രീതിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നീ എൻ്റെ റാഹേലിനെ എനിക്ക് കല്യാണം കഴിപ്പിച്ചു തരുമെന്ന് പറഞ്ഞു. ആര്? യാക്കോബ് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോൾ 7 കൊല്ലം പണി ചെയ്യാമെന്ന് പറഞ്ഞല്ല. പക്ഷേ എന്താ സംഭവിച്ചത്? 7 കൊല്ലം പണിയെന്ന് ചെയ്തെന്ന് വെച്ചാൽ, അതായത് ഈ ആട് വളർത്തലൊക്കെയാണ് പരിപാടിയെ. അതത്ര നിസ്സാര പരിപാടിയല്ല. രാവിലെ 6 മണി തുടങ്ങിയിട്ട് വൈകുന്നേരം 8 മണി വരെയുള്ള പ്രോഗ്രാമാണ്. ഇത് 7 കൊല്ലം ആ കക്ഷി ചെയ്തതാണ്. പക്ഷെ ഭജനം എന്താ പറയേണ്ടത്? അവളോടുള്ള സ്നേഹത്തല്ല. അതായത് ആഹബ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് ബൈബിളിൽ. അതിലാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പറയുന്ന ആഹബിൽ. ആഹബ് എന്ന് പറയുന്ന ബൈബിൾ വാക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹെബ്രായ വാക്കാണ്, ഹീബ്രു വാക്കാണ് ആഹബ്. ആഹബ് എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. പക്ഷേ 2-3 തരം സ്നേഹമുണ്ട്. ഒന്ന് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം, നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം, അതെല്ലാം ആഹബാണ്. പിന്നെ സെസ് എന്ന് പറഞ്ഞൊരു സ്നേഹമുണ്ട്, അത് ഹീബ്രു ആണ്. അത് ഉത്തമഗീതത്തിലെ വൈകാരിക പ്രണയ സ്നേഹമാണ്. പ്രണയ സ്നേഹത്തിന് സെസ് എന്നാണ് പറയണത്. ആഹബ് എന്ന് പറയണത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം, നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം. പിന്നെ എന്താ സംഭവിച്ചിരിക്കണത്? പിന്നെ ഒരു സ്നേഹം കൂടിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വ്യക്തികൾ തമ്മിലുള്ള സ്നേഹം, അതിന് ആഹബാണ്. ഇസ്രായേലിൻ്റെ ഒരു പ്രത്യേകത, ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. മനുഷ്യൻ്റെ സ്നേഹം മനസ്സിലാക്കാനല്ല. മനസ്സിലായില്ലേ?
ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം തിരിച്ചറിയാൻ വേണ്ടിയാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് കഥ പറഞ്ഞാലും അതിൻ്റെയൊക്കെ ആന്തരികമായ ഒരു സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് ലവ് ഓഫ് ഗോഡാണ് സംഭവം. ഇപ്പം എന്താ ഇവിടെ പറയണത്? ആഹബാണ്. ആർക്കുണ്ടായിരുന്നത്? അപ്പം യാക്കോബിന് റാഹേലിനോട് ആഹബ് ഉണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു. അത് കാരണം എന്നെ സംഭവിച്ചിരിക്കണത് സമയച്ചുരുക്കം സംഭവിച്ചെന്ന്. 7 വർഷം 7 ദിവസമായിട്ട് സംഭവിച്ചുള്ളൂ, അറിഞ്ഞുള്ളൂ. അതാണ് സമയം. അപ്പം സമയച്ചുരുക്കത്തിൻ്റെ കണ്ടന്റ് എന്താണ്? ദൈവസ്നേഹമാണ്. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ ദൈവസ്നേഹമില്ലാതെ ഓരോ കാര്യം ചെയ്താൽ ഉടമ്പടി സമയച്ചുരുക്കം സംഭവിക്കത്തില്ല. അതുപോലെ തന്നെ ഭാരം, ലൈറ്റ് വെയിറ്റിങ് സംഭവിക്കണത് എന്താണ്? 7 വർഷത്തെ കഠിനാധ്വാനമാണ് ആ മനുഷ്യന് ചുമ്മാ ഒരു പേപ്പർ വെയിറ്റ് പോലെ തോന്നിയത്. സിമ്പിളായിട്ട് തോന്നി. അധ്വാനിക്കുന്നതിനെ ഭാരം വഹിക്കുന്നവനെ നിങ്ങൾ എൻ്റെ അടുക്ക വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ ശാന്തശീലനാണ്, വിനീത ഹൃദയനാണ്, എന്നിൽ നിന്ന് പഠിക്കാൻ പറയുമ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ് കർത്താവിനെ നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടാണ് അവൻ പറയണ പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന് നിൻ്റെ ഉടമ്പടിയിൽ ടൈം ഷോർട്ടണിങ്ങും ലൈറ്റ് വെയിറ്റിങ്ങും സംഭവിച്ചിരിക്കും, സമയിച്ചിരിക്കും. അതുപോലെ പാടലഘത്വം സംഭവിച്ചിരിക്കും. കൈയിട്ടിച്ച് ഞങ്ങളുടെ ജീവിതം പുനഃക്രമീകരിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമ്മൾ ഉടമ്പടിയിൽ സമയച്ചുരുക്കം ഉണ്ടാക്കുന്ന, ഭാരലഘുത്വം ഉണ്ടാക്കുന്ന കണ്ടന്റായ ആഹബ്, അത് വെച്ച് കഴിഞ്ഞാൽ പരസ്പരമുള്ള സ്നേഹം, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം, നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം. ഇത് കൃത്യമായിട്ട് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങളെ രോഗികളെ കാണാൻ പോകാനും, രോഗികളെ ഭക്ഷണം കൊടുക്കാനും, ആശുപത്രി പോകാനും, ആതുര സേവനത്തിൽ ആതുരത്തിൽ പോകാനും, ഇങ്ങനെ ഓരോ കാര്യം ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യണത് എന്തുകൊണ്ടാണ്? നിങ്ങൾ IELTS പാസ്സാകണമെങ്കിൽ ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ചെയ്യണത്. അതാണ് ഈ കുഴപ്പം പറഞ്ഞത്, പാസ്സാകത്തില്ല. നിങ്ങൾ ദൈവസ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഐ ഡു ഇറ്റ് ബിക്കോസ് ഐ ലവ് ജീസസ്. അതാണ് വിഷയം. ദൈവത്തെ സ്നേഹിക്കണമെന്ന് ദൈവത്തിന് തോന്നിയാലേ പിന്നെ ദൈവത്തിന് വല്ലാത്തൊരവസ്ഥയാണ്. അതായത് ദൈവത്തെ നമ്മൾ സ്നേഹിക്കണമെന്ന് പണ്ട് റൂത്തില്ലേ ബൈബിളിൽ? റൂത്ത് എന്താണ്? മഹ്ലോൻ മരിച്ചു കഴിഞ്ഞപ്പോൾ റൂത്ത് എന്താണ് നവോമിയോട് പറഞ്ഞത്? റൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ നിയമത്തിലെ ഒരു കഥാപാത്രം. മോവാബുകാരത്തിയാണ്, ഇസ്രായേൽക്കാരത്തിയല്ല, അയഹൂദനാണ്. പക്ഷെ റൂത്ത് എങ്ങനെയാണ് കർത്താവിൻ്റെ കുടുംബത്തിലേക്ക് വന്നത്? ഒറ്റ വർത്തമാനം കൊണ്ട് വന്നതാണ്. റൂത്ത് മോവാബുകാരത്തിയാണ്. മോവാബിൻ്റെ കാര്യം അറിയാമല്ലോ. ലോത്തിൻ്റെ പെമ്മക്കൾ അപ്പനെ പ്രാപിച്ചുണ്ടാക്കിയ ആൾക്കാരാണ് മോവാബുകാർ. നോക്കണം, ഒരു കാലത്ത് ഒരു തലമുറ അവർ പാപമായിരുന്നു, പാപത്തിൽ ജീവിച്ച ആൾക്കാരാണ്. പെമ്മക്കൾ തന്നെ അപ്പനെ വെള്ളം അടുപ്പിച്ചിട്ട് അപ്പനെ പ്രാപിച്ച് ഉണ്ടാക്കിയ മക്കളാണ് മോവാബുകാർ. ഈ മോവാബുകാരുടെ സന്തതിയാണ് റൂത്ത്. ഈ റൂത്ത് പക്ഷേ ഒരു കാലത്ത് അവളുടെ ഭർത്താവ് മഹ്ലോൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവൾ നവോമി, മഹ്ലോൻ്റെ അമ്മ നവോമി റൂത്തിനോട് പറഞ്ഞു, മകളെ, നിൻ്റെ ഭർത്താവ് മരിച്ചില്ലേ, ഇനി നിൻ്റെ ചാർച്ചക്കാലിലേക്ക് പോയി 2ാമത് വിവാഹം കഴിച്ചു, നീ സമാധാനം ജീവിക്കാൻ പറഞ്ഞു. അപ്പോൾ റൂത്ത് പറഞ്ഞ്, ഞാൻ പോകത്തില്ല. അതാണ് പ്രശ്നം, ഞാൻ പോകത്തില്ല. എന്താ കാര്യം? എൻ്റെ അമ്മ പോകുന്ന സ്ഥലത്ത് ഞാൻ പോകും. അമ്മ വസിക്കുന്നിടത്ത് ഞാൻ വസിക്കും. അമ്മ തിന്നണ ഭക്ഷണം ഞാൻ തിന്നും. അമ്മ എവിടെയാണ് വർക്ക് ചെയ്യണത് വസിക്കണം, അവിടെ വസിക്കും. ഒരു വല്ലാത്ത വർത്തമാനം റൂത്ത് പറഞ്ഞ്, ദൈവം ഒരു കാലത്തും മറക്കാത്തൊരു വർത്തമാനം റൂത്ത് പറഞ്ഞ്, ഇനി മുതൽ അമ്മയുടെ ദൈവം എൻ്റെ ദൈവം.
അതാണ് ദൈവസ്നേഹം എന്ന് പറയണത്. അവൾ ഇത്രയും പറഞ്ഞത്, അമ്മ പോകുന്നിടത്ത് ഞാൻ വരും, അമ്മ വസിക്കുന്നിടത്ത് ഞാൻ രണ്ടാമത് കല്യാണം കഴിക്കാനോ എൻ്റെ നാട്ടിൽ പോകാനോ എന്നോട് പറയരുത്. എനിക്ക് നിങ്ങളാണ് അമ്മ. അമ്മ ഇവിടെ പോകുന്നു, അവിടെ ഞാൻ വരും, ഞാൻ താമസിക്കും. അമ്മയുടെ ദൈവം എൻ്റെ ദൈവം, അമ്മയുടെ ബന്ധുക്കൾ എൻ്റെ ബന്ധുക്കൾ. അതിൽ ഒരു സാധനം, ഒരു കണ്ടൻ്റ് ഉണ്ട് ദൈവസ്നേഹത്തിൻ്റെ. വി ആർ സ്പീക്കിംഗ് അബൌട്ട് ദ ഫ്രൂട്ട്സ് ഓഫ് ദി ലവ് ഓഫ് ഗാഡ്. ഒരു ദൈവസ്നേഹത്തിൻ്റെ ഫലങ്ങൾ, ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് വി ആർ ടോക്കിംഗ്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ റൂത്തിൻ്റെ വർത്തമാനം കേട്ട ഒരു ചെവിയുണ്ട്, ഒരു ആനച്ചെവിയും വെച്ചുകൊണ്ട് ഒരു ദൈവം ഈ വാക്ക് കേൾക്കാനിരിപ്പുണ്ട്, നമ്മുടെ വിശ്വാസത്തിൻ്റെ പകർച്ച കേൾക്കാനിരിക്കുന്നുണ്ട്. അവനത് കേട്ടു. എന്താണ് റൂത്ത് പറഞ്ഞത്? അമ്മയുടെ ദൈവം എൻ്റെ ദൈവം. ആ ദൈവം പിന്നെ എന്താ ചെയ്തതെന്നറിയാവോ? റൂത്ത് നവോമിയുടെ കൂടെ വന്ന് ബെത്ലഹേമിൽ താമസിക്കും. അപ്പം നവോമി പറയും, മകളെ നമുക്ക് പട്ടിണിയല്ലേ, ക്ഷാമമല്ലേ നാട്ടിലെ, നീ കൊയ്ത്തുകാരുടെ കൂടെ പോ. നിനക്ക് കൊയ്ത്തൊന്നും അറിയാൻ പാടില്ല, കൊയ്ത്ത് നിന്നെ നിർത്തത്തുമില്ല, പക്ഷെ കാലാപെറുക്കാൻ ചിലപ്പോൾ നിന്നെ അനുവദിക്കും. കാലാപെറുക്കാൻ വെച്ചാൽ കൊയ്ത്തുകാർ കൊയ്ത് പോകുമ്പോൾ അതിൻ്റെ പുറകെ കൊയ്മ വീണു പോണ കതിരികളും പതിരികളും ഒക്കെ പെറുക്കാൻ ചിലപ്പോൾ. അപ്പോൾ എന്തുമാത്രം പട്ടിണിയാണ് നാട്ടിൽ. ഈ പട്ടിണിക്കാലത്താണ് അവൾ അമ്മയുടെ ദൈവം എൻ്റെ ദൈവം, പട്ടിണിയെങ്കിൽ പട്ടിണി, അമ്മയുടെ ദൈവം എൻ്റെ ദൈവം. നോക്കിയേ, ഒന്നും നേടാൻ വേണ്ടിയല്ല, ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി അമ്മയെ സ്നേഹിച്ച ഒരു വ്യക്തിയുടെ കഥയാണ് ബൈബിൾ. ശ്രദ്ധിക്കട്ടെ. ലക്ഷ്യം വെച്ച് മുന്നേറുവാൻ അഭിഷേകം ചെയ്യണമേ. നിന്നെ പോലൊരു ദൈവമില്ല, ഉന്നതനേ അത്യുന്നതനേ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാ അതിശയവാ നീ മാത്രമേ ദൈവമെന്നും. ഉന്നതനേ അത്യുന്നതനേ, നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതനേ അത്യുന്നതനേ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാ അതിശയവാ നീ മാത്രമേ ദൈവമെന്നും. റൂത്ത് 1:16 എടുത്തേ. റൂത്ത് 1:16 ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ. റൂത്ത് 1:16. റൂത്ത് 1:16. റൂത്ത് പറഞ്ഞു, അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത്. അമ്മ പോകുന്നിടത്ത് ഞാനും വരും, വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മയുടെ ചാർച്ചക്കാർ എന്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എന്റെ ദൈവവുമായിരിക്കും. നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതനേ അത്യുന്നതനേ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാ അതിശയവാ നീ മാത്രമേ ദൈവമെന്നും. ഈ റൂത്ത് 1:16 ഇവിടെ പ്രകടിപ്പിച്ചൊരു ദൈവസ്നേഹമില്ലേ?
ഞാൻ പറഞ്ഞില്ലേ, ദൈവം ആനച്ചെവിയും കൊണ്ടിരിക്കുകയാണ് നിൻ്റെ വർത്തമാനം കേൾക്കാൻ. നീ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ദൈവത്തിന് ഒരിക്കൽ തോന്നിയാൽ പിന്നെ ഒരിക്കൽ നീ ആയിരിക്കത്തില്ല. ഇവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നറിയാവോ? ഇനി ശേഷം റൂത്തിനെ നയിക്കുന്നത് ആരാണെന്നറിയാവോ? നവോമിയല്ല. അവൾ വിശ്വാസം പ്രഖ്യാപിച്ച് സ്നേഹം പ്രകടിപ്പിച്ച ദൈവമാണ്. അത് വായിക്കണമെങ്കിൽ റൂത്ത് 2:3 വായിച്ച് ശ്രദ്ധിക്കട്ടെ. റൂത്ത് 2:3. റൂത്ത് 2:3. അവൾ പറഞ്ഞു, പൊയ്ക്കൊള്ളുക. റൂത്ത് വയലിൽ ചെന്ന് കൊയ്ത്തുകാരുടെ പിറകെ കാലാപിറക്കി. എലിമലേക്കിന്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിന്റെ വയലിലാണ് അവൾ എത്തിച്ചേർന്നത്. ഇത് നവോമി എത്തിച്ചതല്ല, ഇത് ആരാണെന്നറിയാം? ബോവാസിന്റെ വയലിൽ ഒന്ന് വായിച്ചേ. എലിമലേക്കിന്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിന്റെ വയലിലാണ് അവൾ എത്തിച്ചേർന്നത്. എത്തിച്ചേർത്തതാ. അവിടെയാണ് പ്രശ്നം. അത് നവോമിയല്ല. അവളെ സ്നേഹിച്ചൊരു ദൈവമില്ലേ? ആ ദൈവത്തിന് നീ സ്നേഹിക്കണ നിന്റെ ദൈവത്തിനറിയാം നീ എവിടെയാണ് എത്തിച്ചേരേണ്ടതെന്ന്. കൈയ്യടിച്ച് കർത്താൻ വിളിച്ചതിന് സ്വന്തമാക്കിയതിന് നന്ദി പറയുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇത് ഇന്നത്തെ ധ്യാനത്തിൻ്റെ ഒരു മർമ്മമാണ്. രാവിലെ ഈശോ എന്നോട് പറഞ്ഞതാണ് ഇതൊക്കെ. അല്ല, ഇന്നലെ വരെ എനിക്കത് അറിയത്തില്ല. അതായത് നമ്മളെ ആരും എത്തിച്ചേർക്കുകയല്ല, നമ്മൾ എത്തിച്ചേരുകയില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നിൻ്റെ ദൈവം നിന്നെ എത്തിച്ചേർക്കുകയാണ്. നീ എത്തേണ്ട സ്ഥലം ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. ദൈവപൈതലെ, ദൈവത്തെ നീ സ്നേഹിക്കുക, ദൈവത്തെ നീ സ്നേഹിക്കുക. ശ്രദ്ധിക്കട്ടെ. ഇനി കർത്താവിൻ്റെ ഒരു കൈ കൂടി ഇതിൻ്റെ അകത്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബോവാസ് ആരാണെന്ന് നമുക്കറിയാം. എലിമലേക്കിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഈ ബോവാസ് ആണ് റൂത്തിനെ, മോവാബുകാരത്തെ റൂത്തിനെ ആ പാടശേഖരത്തിലാണ് ചെല്ലാൻ ദൈവം ഗൈഡ് ചെയ്തത്. എന്നിട്ട് ബോവാസിനെ കുറിച്ച് വന്ന് നവോമിയോട്, അമ്മായിയമ്മയോട് പറഞ്ഞു, ഇന്ന് ബോവാസിൻ്റെ പാടത്തിലാണ് ഞാൻ ചെന്നതെന്ന് പറയും. അപ്പോഴുടനെ നവോമിക്ക് കത്തും. ബോവാസ് നവോമിയുടെ ഒരു അകന്ന ബന്ധുവാണ്. അപ്പോൾ നവോമി പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയും. കാര്യം നവോമിക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് പറയും. നവോമി റൂത്തിനോട് പറയത്തില്ല, പക്ഷേ നവോമിക്ക് മനസ്സിലാകും ദൈവം എങ്ങോട്ടാണ് ഇവളെ കൊണ്ടുപോകുന്നതെന്ന്. അവസാനം ബോവാസിനെ കല്യാണം കഴിക്കാനുള്ള ഒരു ആഗ്രഹം നവോമി പറഞ്ഞിട്ട് റൂത്ത് പ്രകടിപ്പിക്കും. അപ്പോഴും ബോവാസ് പറയുന്ന ഒരു കാര്യമുണ്ട്, മകളെ എന്നാ വിളിക്കണം. അപ്പോൾ അതൊരു അപ്പൻ്റെ പ്രായമുണ്ടെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? മകളെ എന്ന് വിളിക്കണേ. ബോവാസ് ആരാ? റൂത്തിന് പ്രായം കുറവാണ്. 10-20 വയസ്സേ ഉള്ളു. അയാൾക്ക് 10-60 വയസ്സുണ്ട്. അത് മകളെ എന്നാ വിളിക്കണം. അപ്പം തന്നെ മനസ്സിലാകണ്ടേ? ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ദൈവം നമ്മോട് പറയാതെ പറയുന്നുണ്ട്. മകളെ, നീ നല്ലവളാണ്, പക്ഷെ നിന്നെ സ്വീകരിക്കാൻ എന്നേക്കാൾ അവകാശമുള്ള ആൾക്കാർ നിൻ്റെ കുടുംബത്തിലുണ്ട്.
അതാണ് എന്തൊരു ന്യായമായ ഒരു മനുഷ്യനാണ് അയാൾ. എന്താ പ്രസവജനം? മഹ്ലോൻ, ഇസ്രായേലിൻ്റെ നിയമം എന്താ വെച്ചാൽ മഹ്ലോൻ ഈ നവോമിയുടെ മകനാണ്. മരിച്ചാൽ അവൻ്റെ വസ്തുക്കൾ കടത്തിപ്പോയതാണ്. അപ്പോഴേ അവൻ്റെ വൈഫിനെ സ്വീകരിക്കുന്നവൻ കടത്തിൽ നിന്ന് വസ്തുവിനെ വീണ്ടെടുക്കേണ്ടി വരും. അപ്പോഴാ വസ്തുവിനെ വീണ്ടെടുക്കുന്നവർക്ക് മാത്രമേ അവൻ്റെ വൈഫിനെ കല്യാണം കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ബോവാസ് പറയും, നിൻ്റെ കുടുംബത്തിൽ ഞാനല്ല അവകാശി, നിൻ്റെ അവകാശി, നിന്നെ സ്വീകരിക്കേണ്ട ആൾ വേറെയുണ്ട്, അവന് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ മാത്രമേ രണ്ടാം അവകാശമായിട്ട് എനിക്ക് വരത്തുള്ളൂ. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് പോ. നാളെ പട്ടണത്തിലെ പ്രമാണിമാരെ വിളിച്ചു കൂട്ടിയിട്ട് ഈ ആളെ നിൻ്റെ അവകാശം, നിൻ്റെ മഹ്ലോൻ്റെ സ്ഥാനത്ത് അവൻ്റെ കുടുംബത്തിൻ്റെ വസ്തുവല്ലേ, അത് വീണ്ടെടുക്കേണ്ടതാണ്, നഷ്ടപ്പെടാൻ പാടില്ല. അത് വീണ്ടെടുക്കേണ്ട ആളിന് അത് വീണ്ടെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിക്കണം. ചോദിച്ച് ഉറപ്പ് വരുത്തണമെന്ന് പറയും. അങ്ങനെ ഉറപ്പ് വരുത്തുമ്പോൾ അയാളെ കണ്ടുപിടിക്കും. ബോസ് പിറ്റേ ദിവസം കണ്ടുപിടിക്കും. അയാളെ കണ്ടുപിടിക്കുമ്പോൾ അയാൾ പറയും, എനിക്ക് ബാധ്യതയൊക്കെ ഉണ്ട്, തന്നെയല്ല എൻ്റെ കുടുംബത്തിൻ്റെ അവകാശം പോകുന്ന ഒരു പരിപാടിയാണത്, അതുകൊണ്ട് ഞാൻ അതിന് തയ്യാറല്ലെന്ന് പറയും. അങ്ങനെയാണ് ബോവാസ് റൂത്തിനെ കല്യാണം കഴിക്കുകയും മഹ്ലോൻ്റെ വസ്തു പണം കൊടുത്ത് തിരിച്ചെടുക്കുകയും ചെയ്യുന്നത്. പക്ഷേ അതുകൊണ്ട് ആ വിഷയം അവസാനിക്കണില്ല. അമ്മയുടെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞ ഒറ്റ വാക്ക് കൊണ്ട് തന്നെ പിന്നീട് ദൈവം ഇവളെ അങ്ങ് മകളായിട്ട് അങ്ങോട്ട് ഏറ്റെടുക്കും. ആ ഒരു വാക്ക് നമ്മുടെ നാക്കുകൊണ്ട് എന്ത് പറയുന്നു, അപ്പോഴാണ് ദൈവം ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണത്. ബോവാസ് റൂത്തുമായിട്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ നിലയിൽ അവർ സംയോജിച്ച് കഴിയുമ്പോൾ ബൈബിൾ പറയുന്നൊരു വാക്കുണ്ട്. ശ്രുതികട്ടെ ഹല്ലേലൂയ. റൂത്ത് 4:13 ശ്രുതികട്ടെ ഹല്ലേലൂയ. ബോവാസ് റൂത്തിനെ സ്വീകരിച്ചു. അവൾ അവന്റെ ഭാര്യയായി. അവൻ അവളെ പ്രാപിച്ചു. കർത്താവിന്റെ അനുഗ്രഹത്താൽ അതാണ് പ്രശ്നം. അവൾ ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിച്ചു. ഇവർക്ക് 60 വയസ്സും 60 കൂടെ വയസ്സും ഇവർക്ക് 16 വയസ്സുമാണ്. ഇവിടെ എന്താ പ്രശ്നം? കുട്ടികളുണ്ടാകാൻ സാധ്യതയില്ലെന്നുണ്ടെങ്കിലും അമ്മയുടെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞില്ലേ, വിശ്വാസം പ്രഖ്യാപിച്ചില്ലേ, അതുകൊണ്ടാണ് റൂത്ത് 4:13 പറയണത്. അവൻ അവളെ പ്രാപിച്ചു. പക്ഷേ അതിൻ്റെ പേരിൽ സ്വാഭാവികമായിട്ടുണ്ടായ ജൈവശാസ്ത്രപ്രകാരമുള്ള ജഡികസന്തതി അല്ല ജനിച്ചിരിക്കണത്. ആരാ ജനിച്ചിരിക്കണത്? കർത്താവിൻ്റെ അനുഗ്രഹത്താൽ. പറഞ്ഞേ, വായിച്ചോളൂ. കർത്താവിന്റെ അനുഗ്രഹത്താൽ അവൾ ഗർഭിണിയായി. ഒരു പുത്രനെ പ്രസവിച്ചു. ഇവിടെ എന്താണ് ഇന്ന് 28-26 വയസ്സുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് 26 വയസ്സ് ആയിട്ട് മക്കളില്ല? പിന്നെ എന്താണ് ഉടമ്പടി എടുക്കുമ്പോൾ മക്കളുണ്ടാകണത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തുള്ള സാക്ഷ്യം എന്താ? ഒറ്റ ലൈറ്റ് ക്യാൻഡിലാണ് 12 കൊല്ലം മക്കൾ കഴിഞ്ഞവർക്ക് ഒറ്റ ലൈറ്റ് ക്യാൻഡിലാണ് എന്താണ് മക്കളുണ്ടാകണത്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രായമോ, നിങ്ങൾക്ക് ബീജമുണ്ടോ, അണ്ടമുണ്ടോ, അല്ലെങ്കിൽ ഗർഭപാത്രം ചുരുങ്ങിയതാണോ വലുതാണോ, ഇതൊന്നും കർത്താവിന് പ്രശ്നമല്ല. നിങ്ങളുടെ പ്രായം കവിഞ്ഞവരാണ്, നിങ്ങളുടെ രണ്ടുപേരെയും പ്രായം കവിഞ്ഞതാണ്, ഇതൊന്നും വേദപുസ്തകം കാര്യമാക്കുന്നില്ല. കാര്യമാക്കണത് എന്താണ്? കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടോ? കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തെ സ്നേഹിക്കണം. അമ്മയുടെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞ ഒരു മനസ്സില്ലേ, അതാണ് നിങ്ങളുടെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം. ശ്രുതികട്ടെ ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ഇതെന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് അഹബ് എന്ന് പറയുന്ന ദൈവസ്നേഹത്തിലാണ് ഉടമ്പടിയുടെ 3 കാര്യങ്ങൾ നടക്കുന്നത്. അഹബിന് ബോവാസിന് വയസ്സെത്രയാണ്? 60 മേൽ വയസ്സാണ്. റൂത്തിന് 20 വയസ്സാണ്. ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്.
പക്ഷേ എങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാകണത്? റൂത്ത് 4:13 അനുസരിച്ചുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? കർത്താവിൻ്റെ അനുഗ്രഹത്താൽ. അതിന് റൂത്ത് എന്തുകൊണ്ടാണ്? റൂത്തിന് ആ അനുഗ്രഹം കിട്ടാൻ കാര്യം എന്താണ്? ദൈവത്തോടുള്ള അവളുടെ സ്നേഹമാണ്. അപ്പോഴെന്താണ്? ബോവാസിന് 60 വയസ്സുണ്ട്, മെരിട്ടില്ല. അതാണ് സംഭവം. ഉടമ്പടിയുടെ മെയിൻ സബ്ജക്റ്റാണത്. ബോവാസിന് ഒരു കുട്ടി ഉണ്ടാകാനുള്ള മെരിട്ടില്ല, പ്രായം കവിഞ്ഞ ആളാണ്. പക്ഷേ നോട്ട് ബൈ മെരിറ്റാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്, ബട്ട് ബൈ ഗ്രേസ്. അതാണ് കർത്താവിൻ്റെ അനുഗ്രഹത്താൽ. അതാണ് 2-3 കൈയടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. ഉടമ്പടി ഒന്നാമതായിട്ട് വർക്ക് ചെയ്യണത് ഗലാത്യർ 5:22 അനുസരിച്ചുള്ള ആഹബ് അനുസരിച്ചാണ്. സ്നേഹം, ദൈവസ്നേഹം അനുസരിച്ച് വർക്ക് ചെയ്യണത്. ദൈവസ്നേഹമാണ്. നിങ്ങൾ എന്ത് ഉടമ്പടി പ്രകാരം ചെയ്താലും മിനിമം ദൈവസ്നേഹം ഉണ്ടാകണം. ദൈവസ്നേഹത്തിൻ്റെ നിലവാരം കൂടുന്നതനുസരിച്ച് കൊണ്ട് നോട്ട് ബൈ മെറ്റീരിയൽ വർക്ക് ചെയ്യും. ഇപ്പോൾ മക്കളില്ലാത്ത ഒരു 10 പേര് കുടുംബം ഒരു ദിവസം ഇവിടെ വരും. പക്ഷേ ഈ മക്കളില്ലാത്തവർ വരുമ്പോൾ നിങ്ങൾ ഓർക്കരുത് അച്ഛൻ്റെ ബ്ലെസ്സിങ് കൊണ്ടാണ് ഇത് വർക്ക് ചെയ്യണമെന്ന്. ആ ചിലപ്പോൾ കുറച്ച് 10-20% ബാക്കി 80 ദൈവസ്നേഹത്തിൽ അവർക്ക് ചെയ്യണത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന അവൻ പറയുന്ന പോലെ ചെയ്യുന്ന ഉടമ്പടി പ്രസംഗം എല്ലാം ആഹബ് കൊണ്ടാണ് ടൈം ഷോർട്ടണിങ് ചെയ്യണത്, ആഹബ് കൊണ്ടാണ് ലൈറ്റ് വെയിറ്റിംഗ് ചെയ്യണത്, ആഹബ് കൊണ്ടാണ് ദൈവസ്നേഹം കൊണ്ടാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യണത്. കൈയടിച്ച് കർത്താവിനെ എല്ലാവരും എഴുന്നേൽക്കുക, എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. സന്തോഷമായി നിൽക്കണം കേട്ടോ. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ കേട്ടാൽ മനസ്സിലാകുമല്ലോ. ഈ സമയത്ത് കർത്താവ് ഒത്തിരി പേരെ സുഖപ്പെടുത്തുന്ന എല്ലാവരും വന്ന് സാക്ഷ്യം പറയും. ഇവിടെ മാത്രമല്ല, ഓൺലൈനിൽ വിവിധ ഭൂഖണ്ഡങ്ങളിൽ താമസിക്കുന്നവരെ പോലും ഈ സമയത്ത് കർത്താവ് സുഖപ്പെടുത്തും. അതുകൊണ്ട് സന്തോഷമായി വേണം നിൽക്കാൻ. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്താണ് നിൽക്കണമെന്ന് ഓർക്കണം. 10,000-കണക്കിന് ആരാധന നടന്നിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യർ സൗഖ്യപ്പെട്ട് ഇന്ന് ലോകം മുഴുവനും സുവിശേഷ വേല നടത്തുന്ന ദൈവത്തിൻ്റെ പുണ്യഭൂമിയിൽ നിൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് നിന്നെ വിളിച്ചത് കർത്താവാണ്. കൈയടിച്ച് കർത്താവ് സൗഖ്യം നൽകണമേ, എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉദരവേദന ഉള്ളവരെ സന്തോഷത്തോടെ ഉദരത്ത് കൈവെക്കുക. നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്ഷ്യക്കാരെ നാളെ നിങ്ങൾ കാണത്തില്ലെന്ന് പറയുന്നത് പോലെ തന്നെയാണ് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന രോഗവും വേദനയും നാളെ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ ഉദരവേദന ഉള്ളവരെ, അവരിന് ബ്ലീഡിംഗ് ഉള്ളവരെ അടിവയറ്റി കൈവെക്കണം. RSS ഉള്ളവരും അടിവയറ്റി കൈവെക്കണം. PCOD, അതുപോലെ തന്നെ പിസ്തുല രോഗികൾ എല്ലാവരും, നടുവേദനക്കാർ, കിഡ്നി രോഗികളും നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ അറിയാവുന്നൊരു വിശ്വാസ പ്രമാണം ചെല്ലണം, അല്ലാത്തൊരു സ്തുതിക്കണം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ യേശുമിശിഹായേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ കൽപ്പിക്കുന്നു. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ,
യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ നടുവേദനരോഗികളെയും കിഡ്നി രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയുടെ പ്രക്ഷേപണ സാക്ഷികളായി ഒരേയൊരു പ്രമേയം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മക്കളെ, ദൈവത്തെ സ്നേഹിക്കുക എന്നതായിരുന്നു ഇന്ന് മുഴുവനും ആത്മാവ് പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ മക്കൾ ദൈവത്തെ സ്നേഹിക്കണമെന്ന് ഉറപ്പ് വരുത്തണം. ഇനി പുറത്തിറങ്ങുമ്പോൾ നേരത്തെ ഉള്ളതിനേക്കാൾ 10 മടങ്ങ് ഞാൻ ദൈവസ്നേഹത്തോടെ ഉടമ്പടി നിറവേറ്റുമെന്ന് ദൈവത്തോട് പറയുക. എന്നിട്ട് നിങ്ങൾ ശ്വാസകോശ രോഗികളെ നെഞ്ചി കൈവച്ച് പ്രാർത്ഥിക്കുക. കരൾ രോഗികൾ നെഞ്ചിൻ്റെ താഴെ കൈവച്ച് പ്രാർത്ഥിക്കുക. ശരീരത്തിൽ മുഴയുള്ള സ്ഥലത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക. ഒരു കാര്യം എൻ്റെ മക്കളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് രോഗമില്ലെങ്കിലും നിങ്ങളുടെ ബന്ധുക്കൾക്ക് രോഗമുണ്ടോ, നിങ്ങൾ കരുതുന്നവർക്ക് രോഗമുണ്ടെങ്കിൽ അവരുടെ പേരിൽ നിങ്ങൾ അവർക്ക് രോഗം എവിടെയാണോ ആ ഭാഗം നിങ്ങളുടെ ശരീരത്തിൽ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി ദൈവസ്നേഹത്തോട് ശ്രുതിക്കട്ടെ. ഒന്നും സാധ്യമില്ലാത്തവരെ ഈശോ, എല്ലാം സാധ്യമായവനെ ഈശോ, ഹൃദയ രോഗികൾ, കരൾ രോഗികൾ, ശ്വാസകോശ രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ, തൈറോയ്ഡ് രോഗികൾ, ഈശോ സ്പർശിക്കണമേ കർത്താവേ. ശ്വാസകോശങ്ങളെ കഴുകണമേ കർത്താവേ. ശ്വാസകോശങ്ങൾ കഴുകണ കർത്താവേ. ഹൃദയത്തിൻ്റെ വാൽവുകൾ, ബ്ലോക്കുകൾ യേശുക്രിസ്തു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഹൃദയത്തിൻ്റെ വാൽവുകൾ, കരളിൻ്റെ വീക്കങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, കിഡ്നി വീക്കങ്ങൾ, കിഡ്നി ചുരുങ്ങുന്നത് യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. എല്ലാ കരരോഗികളെയും ഹൃദയരോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി മക്കളെ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ, നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. മക്കളെ, ശിരസിൻ്റെ രോഗികളെ ശ്രദ്ധിക്കുക. നിങ്ങൾ തന്നെയല്ല കേട്ടോ, നിങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. എന്നിട്ട് സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കളാന്ന് മുൻകൂർ പറഞ്ഞുള്ളൂ. കണ്ണ് കാണാൻ കാഴ്ചക്കുറവുള്ളവരെ, ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവരെ, ചെവി കേൾക്കാൻ പാടില്ലാത്തവരെ, അതുപോലെ തന്നെ മുടി കൊഴിച്ചിലുള്ളവർ, വല്ലാത്ത രീതിയിൽ മുടി കൊഴിഞ്ഞു പോയിരുന്നവർ, കീമോ എടുത്തതിൻ്റെ പേരിൽ മുടി കൊഴിഞ്ഞു പോകുന്നവർ, ടോൺസൈറ്റ് രോഗികൾ, തൈറോയ്ഡ് രോഗികൾ, മൂക്കിൻ്റെ പാലത്തിന് വളവുള്ളവർ, സൈനസൈറ്റിസിന് അസുഖമുള്ളവർ, മൂക്കിൽ ദശ വളരുന്നവർ, എല്ലാവരും, തൊണ്ടയ്ക്ക് ക്യാൻസർ ഉള്ളവർ, മുഴയുള്ളവർ, പല്ലിന് വേദനയുള്ളവർ, ഇളകി നിൽക്കുന്നവർ, മൂണക്ക് പഴുപ്പുള്ളവർ, എല്ലാവരും ശിരസ് കൈവച്ചുകൊണ്ട് ശക്തമായി സൗഖ്യത്തിനായി ശ്രദ്ധിക്കട്ടെ. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധമായ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം പ്രാർത്ഥിക്കുന്നു. 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ശിരോരോഗങ്ങൾ, മാർഗരോഗങ്ങൾ, തിരാവേദികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കളെ, ഉള്ളംകാലം മുതൽ ഉച്ചവരെ, കാലിലുള്ള കുഴിനഖം ഉൾപ്പെടെ ഉള്ളംകാലം മുതൽ ഉച്ചവരെയുള്ള മാരക രോഗങ്ങളെയും തിരാവ്യാധികളെയും കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. ശരീരത്തിൽ അകത്തുള്ള ആന്തരിക അവയവങ്ങൾക്കുണ്ടാകുന്ന പോരായ്മകൾ, ഗ്രന്ഥികളുടെ വീക്കം, ഗ്രന്ഥികളെ സ്രാവ് ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥകൾ, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവസ്ഥകൾ, മക്കളുണ്ടാകാൻ സാധ്യതയില്ലാത്ത ശാരീരിക ജനിതകമായ തകരാറുകൾ എല്ലാം ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതുപോലെ വാദരോഗികൾ, അതുപോലെ തന്നെ നടക്കാൻ പാടില്ലാത്തവർ, അസ്ഥി വേദനയുള്ളവർ, അസ്ഥി ദ്രവിക്കുന്നവർ, അസ്ഥി ഉരുക്കമുള്ളവർ, വെള്ളപ്പൊക്കമുള്ളവർ, വൈറ്റ് ഡിസ്ചാർജ് ഉള്ളവർ,
പീരീഡ്സ് വന്നാൽ ഒരിക്കലും മാറാതെ ദിവസങ്ങളോളം ബ്ലഡായിട്ട് ബെഡ് പോകുന്നവരെ, അതുപോലെ തന്നെ സ്രാവ രോഗങ്ങൾ, മൂത്രം അറിയാതെ പോകുന്നവർ, മലമറിയാതെ പോകുന്നവർ, കിടപ്പ് രോഗികൾ, അതുപോലെ തന്നെ ചെവിയിൽ നിന്ന് പഴുപ്പ് പോകുന്നവർ, അതുപോലെ തന്നെ എപ്പോഴും ജലദോഷം വിട്ടുമാറാത്തവർ, അലർജി രോഗികൾ, അവിടെയെല്ലാം കൈകളെ സുസ്ഥിക പോലെ വെച്ചുകൊണ്ട് മുഴുവൻ ശരീരത്തെ കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സ്തുതിക്കട്ടെ. യേശുവിന്റെ ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, കുരിശിന്റെ അടയാളത്തില്, ദൈവനാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി പ്രാർത്ഥിക്കാൻ പോകുന്ന ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ജോലിയില്ലാത്തവരെ, ജപ്തി നടപടി നേരിടുന്നവരെ, പരീക്ഷ എഴുതാൻ പോകുന്ന മക്കള്, പ്രത്യേകിച്ച് SLC പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കള്, പ്രൊഫഷണൽ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കള്, മത്സര പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ, അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. വിവാഹം ഒത്തുവരാത്തവരെ, വീടില്ലാത്തവരെ, വിദേശ ജോലിക്ക് വേണ്ടി ഓഫർ ലെറ്റർ വരികയും കറസ്പോണ്ടിങ് ഇരിക്കുന്നവരും പണം കൊടുത്തിട്ട് വിസ ലഭിക്കാതിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ വീടില്ലാത്തവർ, വിദേശ ജോലികൾ ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് അവിടെ ശമ്പളം കിട്ടുന്നത് അവിടെ തന്നെ ചിലവാക്കാനും വീട്ടിൽ വാടക കൊടുക്കാനും ഭക്ഷണത്തിനുമേ ഉള്ളൂ കാശ്. വീട്ടിലെ കടങ്ങൾ മാറാൻ പറ്റുന്നില്ല, ജോലി ഒഴിയണോ, പുതിയ ജോലി കിട്ടുമോ എന്നറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. അതുപോലെ ജയിലിൽ കിടക്കുന്നവരുണ്ട്, വിദേശത്തും സ്വദേശത്തും പോസ്കോ കേസിൽ പെട്ടവരുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും തെറ്റായ രീതിയിൽ ഒത്തിരി പേര് പോസ്കോ കേസിൽ പെട്ടിട്ടുണ്ട്. ഒത്തിരിയേറെ പേര് കണ്ണീര് ഇവിടെ വരും. ചില മരുമക്കളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അമ്മായിയപ്പന്മാരെ, മക്കളോടുള്ള അമ്മായിയമ്മയോടുള്ള വൈരാഗ്യം കാരണം മരുമക്കളെ അമ്മായിയപ്പന്മാരെ പോസ്കോ കേസിൽ പെടുത്തും. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ദൈവം ഇല്ലെന്നുള്ള ധാരണയിലാണ് ഇങ്ങനെയുള്ള പണിയെല്ലാം ചെയ്യണത് നിങ്ങൾ. പക്ഷെ ദൈവം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ മരിക്കണമെന്ന് അറിയേണ്ടി വരും. ഒന്നുറങ്ങിയാൽ നേരം വെളുക്കത്തില്ല. അത് ദൈവത്തിൽ നിരക്കാത്തത് ആര് ചെയ്താലും നീ ഇവിടെ വെച്ച് തന്നെ അത് വീട്ടിൽ തീർക്കേണ്ടി വരും. ഒരു സംശയമില്ല കാര്യത്തിൽ. നിൻ്റെ അന്ത്യം ഇന്നത്തോടുകൂടി തുടങ്ങാൻ പോവുകയാണ്. മര്യാദക്ക് മാനസാന്തരപ്പെട്ട് കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് തെറ്റിലും തിരിഞ്ഞു പോകണം. തെറ്റായിട്ടാണ് നീ കേസ് കൊടുത്തിരിക്കുന്നത്, നീ കേസ് പിൻവലിക്കണം. നാണം കെട്ട് പിൻവലിക്കണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നീ തെറ്റ് ചെയ്ത വ്യക്തിയാണ്. വലിയ നാണം കടൽ നിനക്ക് വരാൻ പോകുന്നുണ്ട്. അത് ഉണ്ടാക്കാതിരിക്കാനാണ് ഇപ്പോഴിത് പറയണത്. ഇതൊരു അവസരമാണ്. ആ മാനസാന്തരം എപ്പോഴും അവസരമായിരിക്കും, പ്രത്യേകിച്ച് നോൻപ് കാലത്ത്. ശ്രദ്ധിക്കട്ടെ. കർത്താവേ, എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്. വീടില്ലാത്തവരെ, ജോലിയില്ലാത്തവരെ, കേസ് അകപ്പെട്ടിരിക്കുന്നവരെ, പല തരത്തിലുള്ള വേദനകളിൽ അകപ്പെട്ടിരിക്കുന്നവരെ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈശോ, ജീവിതമാർഗം മുട്ടിപ്പോയവരെ, വാടക താമസിക്കുന്നവരെ, വാടക ഒഴിഞ്ഞു പോകാൻ പോകുന്നവർക്ക് ജീവിക്കാൻ മാർഗമില്ലാത്തവരെ, അങ്ങനെ എല്ലാ വിധത്തിലും വേദന, എല്ലാ വിധത്തിലും വേദന ആശ്വസിപ്പിക്കുന്ന ദൈവമേ, യേശുവിന്റെ നാമത്തില് മാർഗ ദുരിതങ്ങള് മാറിപ്പോകട്ടെ. എല്ലാ ജീവിത ദുരിതങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സാക്ഷിയായി മക്കളെ, മനോരോഗികള്, നാട് വിട്ടുപോയവരെ, വീട് വിട്ടുപോയവര്, വീട്ടിൽ മിണ്ടാപ്രാണികളെ പോലെ നിശബ്ദരായി ഇരിക്കുന്നവരെ, ഡിപ്രഷൻ രോഗം വന്നുപോയവര്, സംസാരിക്കാത്തവര്, പഠിക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികള്, ജോലി ചെയ്യാൻ പറ്റാത്ത ഉദ്യോഗസ്ഥന്മാര്,
ജോലിക്ക് പോകാതെ വീട്ടിൽ ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കുന്നവരെ, അങ്ങനെ കുറേ മനോപ്രയാസം അനുഭവിക്കുന്നവരൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ദൈവം അവരെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഈ നിമിഷം പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് നിന്ന് അമ്മയുടെ മാധ്യസ്ഥത്താൽ നിങ്ങളുടെ വേദനകൾ ദൈവം ഏറ്റെടുക്കുന്ന, ഇവിടെ പ്രാർത്ഥിക്കുന്നവരും ഓൺലൈനിൽ എപ്പോഴെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ അപ്പോഴെല്ലാം ദൈവത്തിൻ്റെ കരുണ നിങ്ങളെ സ്പർശിക്കുമെന്നുള്ളത് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന മാർഗരോഗികൾ, ഓട്ടിസം രോഗികൾ, എപ്പിലെപ്സി രോഗികൾ, അലർജി രോഗികൾ, എല്ലാ തരത്തിലുള്ള മനോവേദന അനുഭവിക്കുന്നവരെ, ജീവിത വ്യാപാരം അനുഭവിക്കുന്നവരെ, ജീവിത മാർഗമില്ലാത്തവരെ, സാമ്പത്തിക കടങ്ങൾ വന്നു പോയവരെ, ജപ്തി നടപടിക്കാരെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ അവരുടെ ജീവിത ദുരിതങ്ങൾ വിട്ടു മാറട്ടെ. ശ്രുതികട്ടെ. സൗഖ്യം നൽകണമേ, എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ, വരുമാന മാർഗം മുട്ടിപ്പോയവര്, വരുമാന മാർഗം ഇല്ലാത്തവര്, അങ്ങനെ എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. സാമ്പത്തികമായ വലിയ ബാധ്യതകളെ നമുക്ക് കിട്ടാനുള്ളതിനേക്കാൾ കൊടുക്കാനുള്ള അവസ്ഥയിൽ പൊറുതിമുട്ടി ജീവിക്കുന്നവർ, അതുപോലെ തന്നെ ഉറക്കമില്ലാത്തവർ, പ്രഷർ രോഗികൾ, വിവാഹ തടസ്സമുള്ളവർ, അതുപോലെ തന്നെ ജോലി തടസ്സമുള്ളവർ, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ രീതികളിൽ വൈരാഗ്യത്തിലും വിദ്വേഷത്തിലും വെറുപ്പിലും ഇരിക്കുന്നവർ, എല്ലാവരുടെ പേരും ദൈവത്തിൻ്റെ കൃപ ചൊരിയാൻ വേണ്ടി ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന ആരാധന. മൗനമായി പ്രാർത്ഥിക്കുക. എന്തെങ്കിലും വിഷയം അച്ഛൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മൗനമായി പ്രാർത്ഥിച്ച് ദൈവതിരുസന് സമർപ്പിക്കേണ്ട സമയമാണ്. പ്രണയബന്ധങ്ങൾ അകപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കുടുംബത്തിന് വിശ്വാസം നിരക്കാത്ത, ദൈവത്തിന് നിരക്കാത്ത പ്രണയബന്ധങ്ങൾ അകപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിറച്ച കടങ്ങളുണ്ടെങ്കിൽ അത്രയും വേഗം പൂർത്തിയാക്കാൻ വേണ്ടി തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുക. ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസറിനെ സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട്. രോഗം അതുപോലെ തന്നെ രക്തസ്രാവ രോഗികളെ സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട്. ശ്വാസകോശ രോഗികളെ കർത്താവ് കൈവച്ച് സ്പർശിച്ച് പ്രാർത്ഥിക്കുന്ന സന്ദേശമുണ്ട്. മുട്ടേ നിൽക്കുക. സമാപനാശീർവാദം. ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഉടമ്പടിയിൽ സമർപ്പിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളുടെയും മേലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയാൽ ഞങ്ങളെല്ലാവരെയും സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന.